കേരളത്തിലെ യുവാക്കള് ഒന്നാമത് വളരെ അപ്സെറ്റാണ്. കാരണം കേരളത്തിൽ നിന്ന് യുവാക്കള് വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായിട്ടാണ് വിദേശത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഷയം ഗൌരവമായി അഡ്രസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വാദഗതികൾ നിരത്തിയിട്ട് അതിനെ ആ പറയുന്ന യാഥാർത്ഥ്യത്തെ മറികടക്കാനാണ് ഗവൺമെന്റ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വസ്തുത അതല്ല. കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ച് എല്ലാവർക്കും ഇപ്പൊ യു കെയിലും ഈ പറയുന്ന വിദേശത്തും അമേരിക്കയിലും കാനഡയിലും ഒന്നും പോയി പഠിക്കാൻ പണം മുടക്കാനുണ്ടാവില്ല. ഈ പോകുന്ന കുട്ടികളിൽ തന്നെ മഹാഭൂരിപക്ഷവും താമസിക്കുന്ന സ്വന്തം വീടും പോലും ബാങ്കിൽ പണയം വെച്ച് അങ്ങോട്ട് പോകുന്നത്. കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. വിദേശികളെ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് ഗവൺമെന്റുകൾ മടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ എന്റെ ഒരു സിസ്റ്റർ മോനും എന്റെ ജ്യേഷ്ഠന്റെ മോനും മടങ്ങിയെത്തിയിട്ടുണ്ട്. ഞാൻ അവരെ അവിടെ കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടു. കാരണം അവരിപ്പം 2-3 വർഷമായിട്ട് അവിടെ ഉള്ളവരാ. ഇപ്പൊ 2 മാസം മുമ്പേ അവർ പോയിട്ടുള്ളൂ. അപ്പൊ എന്താ പെട്ടെന്ന് വന്നു പറഞ്ഞപ്പോൾ അവർ തമാശി പറഞ്ഞല്ലേ ഞങ്ങൾ പ്രസംഗം കേൾക്കാൻ വന്നത് കാനഡയിൽ നിന്നോ ചോദിച്ചു. അത് ശരിയെന്ന് പറഞ്ഞു. രാത്രി ഇവിടെ വന്ന് കാര്യം അന്വേഷിക്കുമ്പോഴാണ് കാര്യങ്ങൾ മോശമാണ് അവിടെ. കാരണം ഈ തള്ളിക്കയറ്റം, വിദ്യാർത്ഥികളുടെ ഈ തള്ളിക്കയറ്റം, അവിടെയൊക്കെ ജനസംഖ്യ കുറഞ്ഞ് വളരെ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന നാടുകളിൽ നമ്മുടെ കുട്ടികളുടെ ഈ തള്ളിക്കയറ്റത്തിന്റെ ഭാഗമായിട്ട് എല്ലാ കെട്ടിടങ്ങളും ഫുള്ളാവുകയാണ്. അവിടുത്തെ കനേഡിയൻസിന് വാടക കിട്ടിയിരുന്ന ഫ്ളാറ്റുകൾ അതിന്റെ ഇരട്ടി വാടക കൊടുത്താൽ പോലും ഇപ്പൊ കിട്ടാനില്ല. അതുപോലെ തന്നെ ഡിമാൻഡ് കൂടിയപ്പം വിലയും ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. അപ്പൊ അവിടെയൊക്കെ ഒരു ബാങ്കിന്റെ എക്കോസിസ്റ്റത്തിലാണ് കാര്യങ്ങൾ വർക്ക് ചെയ്യുക. ഇത്ര ശമ്പളം, അതിന് ഒരു വീട് വാങ്ങുകയാണെങ്കിൽ ഇത്ര പേയ്മെന്റ്, വീട്ടു ചെലവ് ഇത്ര, അത് ആ പേയ്മെന്റിനോടുമായി ബന്ധപ്പെട്ടിട്ട് ആണ് ഇവരുടെ എന്താ പറയാ ബാങ്കിങ് സിസ്റ്റവും അതുപോലെ ലൈഫ് സ്റ്റൈലും ഒക്കെ ഇതാകുന്നു. ശമ്പളം ആർക്കും വർദ്ധിച്ചിട്ടില്ല അവിടെ ഉള്ളവർക്ക്. പക്ഷെ എന്തായി, എല്ലാം ഡബിൾ ഗെയിമിലേക്ക് പോയി. മറ്റൊരു സംഗതി, ഈ പിള്ളേർ തന്നെ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ അവരുടെ ജോലി സാധ്യതയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര ഒരു റെസിസ്റ്റൻസ് യു കെയിലൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ. ഈ പറഞ്ഞ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഇതിനെതിരെ വലിയ റെസിസ്റ്റൻസ് വരാൻ പോവല്ല, ഓൾറെഡി ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ്. അപ്പൊ ഈ കടം വാങ്ങി പോയവരൊക്കെ തിരിച്ചു വരേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാവും. മറ്റൊന്ന്, എണ്ണം കൂടിയത് കൊണ്ട് അവിടെ ഈ പറയുന്ന പാർട്ട് ടൈം ജോബിന് സ്കോപ്പും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കേരളത്തെ ഇനി തിരിച്ചു ബാധിക്കാൻ പോകുന്ന വിഷയങ്ങളാണ്. ഗവൺമെന്റ് ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് പി വി അൻവറിന്റെ നെഞ്ചത്തേക്ക് കയറുന്നതിന് പകരം അഡ്രസ് ചെയ്യേണ്ട വിഷയങ്ങൾ, ഈ പറയുന്നതൊക്കെ ഞാൻ കത്ത് കൊടുത്ത കാര്യമാണ് ഇപ്പൊ ഈ പറയുന്നത്. നീ അത് മനസ്സിലാക്കിയോ? അൻവർ വിളിച്ചു പറയാണ് പാർട്ടിക്ക് പുറത്താന്ന് പറഞ്ഞില്ലേ. ഇപ്പോഴും പറഞ്ഞത് പാർട്ടി രീതിയല്ല അൻവർ ചെയ്യുന്നത് എന്നാണ് ഇപ്പൊ ഈ LDF കൺവീനർ പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഞാൻ കേട്ടത്. അപ്പൊ ഇതിനൊക്കെ കത്ത് കൊടുത്താ, കാരണം ഇതെല്ലാം നമ്മൾ നേരം എടുത്ത പത്രം വായിക്കുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് നമ്മൾ എല്ലാ ഭാഗത്തേക്കും നമ്മളെ കണ്ണോടിച്ചുകൊണ്ടേയിരിക്കും. ഈ കണ്ണോടിക്കലിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഇതിനൊന്നും പുല്ല് വിലയില്ലാതെ ഈ പറഞ്ഞ പോലെ ആ വേസ്റ്റ് ബക്കറ്റിലേക്ക് ഇട്ടാല്, അപ്പം യൂത്തിനെ അഡ്രസ് ചെയ്യണം. യൂത്തിനെ അഡ്രസ് ചെയ്തേ പറ്റൂ. ആ യൂത്തിനെ, കാരണം ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യൂത്ത് ഈ മായിക ലോകത്തിൽ നിന്ന് ജീവിതത്തിന്റെ യഥാർത്ഥ നേർരേഖയിലേക്ക് വന്നിട്ടുള്ള അവരുടെ റെസിസ്റ്റൻസ്, അവരുടെ എക്സിസ്റ്റൻസ്, അവർ റെസിസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് എക്സിസ്റ്റൻസ് ഇല്ല.